Assalamu alaikum and hello friends. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഒരുപാട് കഷ്ടപ്പെടാതെ വളരെ ഈസിയായി ഒരു ഡെസേർട്ട് ഉണ്ടാക്കണോ? അതൊരു ഇന്റർനാഷണൽ ടേസ്റ്റ് ആണെങ്കിലോ? ഇതൊരു ഇറ്റാലിയൻ പെനക്കോട്ട റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഇതൊരു വാലന്റൈൻസ് ഡേ ആൻഡ് റംസാൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത്രയും നല്ലൊരു ഡെസേർട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാണാൻ എത്ര ഭംഗിയുണ്ടോ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പാനക്കോട്ട റെസിപ്പിക്ക്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേക്ക് ഈ ഒരു സ്പെഷ്യൽ പുഡിംഗ് റെഡിയാക്കിയാലോ? പാനക്കോട്ട ഉണ്ടാക്കാനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് 250 ml, അതായത് 1 കപ്പ് പാല്. പാൽ എത്രയാണോ ഉപയോഗിക്കുന്നത് അതേ അളവിൽ തന്നെ കോക്കനട്ട് ക്രീമും എടുക്കണം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. 1 കപ്പ് കോക്കനട്ട് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിനെയും ഈ പാലിനോടൊപ്പം ചേർക്കാം. ഇനി പാലിനെയും കോക്കനട്ട് ക്രീമിനെയും മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ പൗഡർ ഷുഗറാണ്. പഞ്ചസാര മിക്സിയിലിട്ട് അരച്ചത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പാൽ ബോയിൽ ആവുന്നത് വരെ കുക്ക് ചെയ്യാം. പാൽ ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ചൈന ഗ്രാസ് പൗഡറാണ്. സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ചൈന ഗ്രാസ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 100 ഗ്രാമിൻ്റെ ആണ് ഈ ഒരു പാക്കറ്റ്. ഇത് മുഴുവനും നമുക്ക് ഈ പാലിലേക്ക് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് അലിയുന്നത് വരെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതിലും പഞ്ചസാരയുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചത്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഒരു മിശ്രിതം ചൂടോടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു മൗൾഡിൻ്റെ ഷേപ്പിലും ഇതിനെ പോർ ചെയ്ത് വെക്കാം. എൻ്റെ അടുത്ത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് ഷേപ്പിൻ്റെ ബൗളുണ്ടായിരുന്നു. സോ ഞാൻ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഈ ഒരു ബൗളിലേക്കാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഏതൊരു സിലിക്കോണിൻ്റെ മൗൾഡിലേക്കും ഈ ഒരു ബാറ്ററിനെ പോർ ചെയ്യാവുന്നതാണ്. അതുവരെ നമുക്കൊരു സ്ട്രോബെറി കോമ്പൗണ്ട് റെഡിയാക്കാം. ഇനി നമുക്കിതിനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിലേക്ക് ഞാൻ സ്ട്രോബെറീസ് വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്ട്രോബെറീസ് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. സ്ട്രോബെറിയിലുള്ള പുളിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി പഞ്ചസാരയുമായി സ്ട്രോബെറീസിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം. ഈ ഒരു മിശ്രിതം കട്ടിയാവാതിരിക്കാനാണ് കുറച്ച് നാരങ്ങയുടെ നീര് ഇറ്റിക്കുന്നത്. സ്ട്രോബെറിയിലുള്ള പുളിപ്പ് കാരണം ഇത് കട്ടിയാവില്ല, പക്ഷെ ഒരു സേഫർ സൈഡിന് കുറച്ച് നാരങ്ങയുടെ നീര് ഇറ്റിച്ച് കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നാരങ്ങ ഇറ്റിക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് തണുപ്പിച്ച് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഇറ്റാലിയൻ പാനക്കോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. നമുക്ക് ഡിമോൾഡ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. വാവ്, സച്ച് എ ബ്യൂട്ടിഫുൾ ഡെസേർട്ട്. ഇതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറി കോമ്പൗണ്ട് കൊണ്ട് അലങ്കരിക്കാം. മധുരവും പുളിപ്പുമായിട്ടുള്ള ഈ ഒരു സ്ട്രോബെറിയുടെ കോമ്പൗണ്ട് നമ്മുടെ ഈ ഡെസേർട്ടിന് നല്ലൊരു കോമ്പിനേഷനാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പാനക്കോട്ട റെസിപ്പി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക്, ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.